Very good morning. Have a nice day. ഇന്ന് ഒരു പ്രോബ്ലം ഒരാൾ ഫേസ് ചെയ്യണ ഒരു പ്രോബ്ലം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് കാർഡ് ഏസ് ഓഫ് സോർട്സാണ് വന്നിരിക്കണേ. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താ വെച്ചാൽ പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങാൻ പോവാണ്. ഏസ് ഓഫ് സോർട്സ് പറഞ്ഞാൽ പുതിയ പ്രോജക്റ്റ് തുടങ്ങുക, അല്ലെങ്കിൽ കരിയർ വൈസായിട്ട് പുതിയ അവസരങ്ങൾ വരിക, ഒരു വഴിത്തിരിവ് വരിക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ഏസ് ഓഫ് സോർട്സ് എന്നുള്ള കാർഡ് വരിക. അപ്പോൾ പുതിയൊരു കാര്യം നമ്മൾ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും കഠിനമായ പരിശ്രമം ആവശ്യമാണ്. ഈ കാടിൻ്റെ അടിയിലൊക്കെ നിറയെ കുന്നുകളും മലകളും കാണാം. അപ്പോൾ ആ കഠിന പരിശ്രമത്തിലൂടെ വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ സക്സസ് ഉണ്ടാവുള്ളൂ. സക്സസ് ഉണ്ടാകുമ്പോൾ ആ വാളിൻ്റെ മുകളിൽ ഒരു കിരീടം, ബെറി ലീവ്സൊക്കെ കാണാം. അതൊക്കെ സക്സസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ അതിനു വേണ്ടി കഠിന പരിശ്രമം ചെയ്യേണ്ടി വരും, വെല്ലുവിളികളെ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലത്തിൽ എന്താണ് നമ്മൾ അറിയേണ്ടത് നോക്കുമ്പോൾ, രണ്ടാമത്തെ കാർഡ് നമ്മൾ എന്താണ് അറിയേണ്ടത് നോക്കുമ്പോൾ ക്വീൻ ഓഫ് സോർട്സ് ആണ്. അവിടെയും ഒരു ലേഡി ഉയർന്ന പദവിയിലിരുന്ന് തൻ്റെ ജോലിക്കാർക്ക് നിർദ്ദേശം നൽകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവർ വളരെ വിവേകശാലിയാണ്, ബുദ്ധിമതികളാണ്. ഇവരെ അങ്ങനെ പെട്ടെന്ന് ആർക്കും കബളിപ്പിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ജോലി സ്ഥലത്താണെങ്കിലും ബിസിനസ് സ്ഥലത്താണെങ്കിലും ഇവർ എല്ലാ തീരുമാനങ്ങളിലും കഠിനമായ നിയന്ത്രണം കൊണ്ടുവരും. അപ്പോൾ ഈ കഠിനമായ നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും എതിരാളികളുണ്ടാവുക സ്വാഭാവികം. അപ്പോൾ അതുകൊണ്ട് കഠിനമായ വെല്ലുവിളികളെ നേരിടുമ്പോൾ യുക്തിയും തൻ്റെ ബുദ്ധിയും ആന്തരിക ഇൻറ്റ്യൂഷനും ഉൾക്കൊണ്ട് ശരിയായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് ഈ ക്വീൻ ഓഫ് സോർട്സ് പറയണത്. ഈ ക്വീൻ്റെ സ്വഭാവം തന്നെ, ക്വീനൊന്നും അങ്ങനെ തുറന്നു പറയാത്ത നേച്ചറുള്ള ആൾക്കാരാവും ക്വീൻ. കാണുമ്പോൾ പുറത്തേക്ക് കാണുമ്പോൾ കഠിനമായി തോന്നാമെങ്കിലും ഇവർക്കൊരു സോഫ്റ്റായ വശമൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ ഈ ഇവരുടെ ഈ കഠിനമായ നിയന്ത്രണം മറ്റുള്ളവരിൽ എതിർപ്പുണ്ടാക്കും. അതുകൊണ്ട് ശരിയായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുമ്പോൾ കഠിനമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ശരിയായി ചിന്തിച്ച് ശരിയായ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് തൻ്റെ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ എന്നുള്ളതാണ് ക്വീൻ ഓഫ് സോർട്സ്. അതായത് അറിയേണ്ട കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി എന്താണ് ഇതിലേക്കുള്ള ഗൈഡൻസ് ആകുമ്പോൾ 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് ശരിയായ കഴിവിനെ ഉപയോഗിക്കാനും പഠനം തുടരാനുമാണ് പറയുന്നത്. അതായത് പുതിയൊരു പ്രോജക്റ്റിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ശരിയായി പഠിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഒരു മൂന്നാമത്തെ ഒരാൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരാളായിട്ട് ആശയവിനിമയം നടത്തുകയും ആ ഒരു വ്യക്തിയുടെ പിന്തുണയോടുകൂടി അയാളിൽ നിന്ന് അറിവുകൾ സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ട് അതിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന് ഒരു അടിത്തറ ഉണ്ടാവുകയും അതിലൊരു സക്സസ് ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് മൂന്നാമത്തെ ഗൈഡൻസ് എന്നുള്ള കാർഡ് പറയണം. അപ്പോൾ ഇതാണ് ടാരോയുടെ ഗൈഡൻസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.